നടുറോഡിലെ മേയർ KSRTC ഡ്രൈവർ പോരിൽ നാടകീയ വഴിത്തിരിവ്. KSRTC ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചില്ല. 3 ക്യാമറകളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. മെമ്മറി കാർഡിനായി കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മെമ്മറി കാർഡ് എടുത്തുമാറ്റിയെന്ന് സംശയിക്കുന്നതായി ഡ്രൈവർ യദു 24നോട് പറഞ്ഞു. മെമ്മറി കാർഡ് അത് എനിക്കറിയത്തില്ല, അതിന്റെ ടെക്നിക്കൽ ഇഷ്യൂവും കാര്യങ്ങളും അറിഞ്ഞിട. പക്ഷെ റെക്കോർഡിംഗ് ആയിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. റെക്കോർഡിംഗ് ആയിരുന്നു. ഞാൻ ബാക്കൊക്കെ എടുക്കുമ്പോൾ റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ ആ സ്ക്രീനിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് റെക്കോർഡിംഗ് ആയിരുന്നു. പിന്നെ ചാത്തൻ സേവ ഉണ്ടാകുന്ന അറിയത്തില്ല, വണ്ടിക്കകത്ത് ചാത്തൻ സേവ പെട്ടെന്ന് CMD ഓഫീസിലോട്ട് പോകുന്നുണ്ടെന്ന് അത് അവർക്കല്ലേ തെളിയിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്കല്ലേ തെളിയിക്കേണ്ടത്. ഇപ്പം എൻ്റെ ഭാഗത്താണ് എല്ലാ ന്യായങ്ങളും ഉള്ളത്. എടുത്തു മാറ്റിയെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഭരണ പാർട്ടിയുടെ ആളല്ലേ അവര്, ഈ മാഡം എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് നമ്മളെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല. അതുകൊണ്ടാണ് അവര് ഇതൊക്കെ കിടന്ന് ഉരുളുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റി ആ പയ്യന്റെ അകത്ത് നിന്ന പയ്യന്റെ വീഡിയോ ഉണ്ടായിരുന്നു, കറക്റ്റ് MLA അകത്ത് കയറുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അതുവരെ ഡിലീറ്റ് ചെയ്തത് അവരുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ. മേയർ നേരിടുന്നത് ക്രൂരമായ സൈബർ ആക്രമണമെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്കെതിരെ UDF-ഉം BJP-യും വളരെ ശക്തമായ ആക്രമണം എല്ലാ അതിരുകളിലും ലംഘിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി ചുമതല ഏറ്റെടുത്ത് 1 വർഷക്കാലം കഴിഞ്ഞപ്പോൾ തന്നെ കോർപ്പറേഷന്റെ പ്രവർത്തനത്തിന് എല്ലാ നിലയിലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം BJP-യും കോൺഗ്രസും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. AV ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഈ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ കാണാനില്ല എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ആ മെമ്മറി കാർഡ് എവിടെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തെളിവായി അത് മാറേണ്ടതുമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എങ്ങനെയായിരിക്കും നടക്കുക? ഗതാഗത മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും അതുമായി ബന്ധപ്പെട്ട് AV ജയശങ്കർ? അതായത് റീജിത്ത, ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അന്വേഷണം നടക്കാനാണ് നിലവിൽ CMDക്ക് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CMD ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും. ഈ ബസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്യൂട്ടി ചെയ്ത ജീവനക്കാരെ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷമായിരിക്കും ഇതിൽ എന്ത് നടന്നു എന്നുള്ള കാര്യത്തിലേക്ക് എത്തുക. ഇതിനൊപ്പം തന്നെ സമാന്തരമായി പോലീസും ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഈ KSRTC ഡിപ്പോ ഉള്ളത് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ തമ്പാനൂർ പോലീസാണ് ഈ വിഷയത്തിൽ കേസ് മറ്റും എടുക്കേണ്ടത്. എന്തായാലും കണ്ടോൺമെൻറ്റ് പോലീസിൻ്റെ കൂടി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തമ്പാനൂർ പോലീസ് കടക്കുക. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ മേയറുമായി ബന്ധപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ട വലിയ നിർണായകമായ തെളിവുകൾ അടങ്ങുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ കാണാതായിരിക്കുന്നത്. ഈ മെമ്മറി കാർഡ് കണ്ടെത്തേണ്ടത് വളരെ നിർണായകവുമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങൾ പല തലത്തിൽ പോലീസിന്റെയും ഒപ്പം KSRTCയുടെയും നടക്കും. ഈ ഒരു ഘട്ടത്തിൽ യദു പറയുന്നത് ഇതിന് പിന്നിൽ അട്ടിമറിയുണ്ട്, ഇത് ബോധപൂർവം എടുത്തു മാറ്റിയെന്ന ഒരു ആരോപണമാണ് യദു ഉന്നയിക്കുന്നത്. കാരണം ഇതിന് പിന്നിലുള്ളത് മേയർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീനമായിരിക്കാം ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലെന്ന് യദുവും ആവർത്തിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വരും മണിക്കൂറിൽ തുടങ്ങും. പോലീസ് ഉൾപ്പെടെ കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കും. KSRTC ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ബസ് തടഞ്ഞവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് ആ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഈ മെമ്മറി കാർഡ് കാണാതായി ബന്ധപ്പെട്ട മറ്റൊരു അന്വേഷണവും ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിവാദം തുടരുകയാണ്. ഇന്നും ഇത് മറ്റൊരു തലത്തിലേക്ക്. ജയശങ്കർ, മേയർക്കെതിരെ കേസെടുക്കുന്നില്ല എന്നുള്ള നിലപാട് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെതിരെ യദു കോടതിയെ സമീപിക്കാനുള്ള നീക്കം, നിയമവഴിയിൽ മറ്റ് നീക്കങ്ങൾ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ DGPക്ക് പരാതി നൽകാനുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്നറിയുന്നു. യദു എങ്ങനെയാണ് ഈ വിഷയത്തെ ഇനി സമീപിക്കാൻ പോകുന്നത് ജയശങ്കർ? അതായത് യദു നിലവിൽ കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. മേയർക്കെതിരെയും സച്ചിൻ ദേവിനെതിരെയുമാണ് യദുവിൻ്റെ പരാതി. ഒപ്പം മനുഷ്യാവകാശ കമ്മീഷനും കഴിഞ്ഞ ദിവസം പരാതി നൽകി. ഇന്ന് DGPക്ക് പരാതി നൽകുമെന്നായിരുന്നു യദു അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ഈ പരാതിയുമായി മുമ്പോട്ട് പോയിട്ടില്ല. പോലീസിൻ്റെ നിലവിലൊരു നിലപാട് ഈ വിഷയത്തിൽ കേസെടുക്കേണ്ട, മേയർക്കെതിരെ കേസെടുക്കേണ്ട, ഡ്രൈവർ ഇത് മോശമായി പെരുമാറിയത് കൊണ്ടാണ് ഇത്തരത്തിൽ വാഹനം തടയേണ്ടി വന്നതെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. അതുകൊണ്ട് തന്നെ നിലവിൽ കേസ്
കേസെടുക്കേണ്ട എന്നൊരു നിലപാടിലാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ്. കമ്മീഷണർ ഓഫീസിൽ ലഭിച്ച പരാതി പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിലും നിലവിൽ പോലീസ് കേസെടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച തെളിവുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ കേസെടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ ബസ് തടഞ്ഞുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നു. മേയറുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്, ഇതിൽ അന്വേഷണം നടക്കുന്നു. ഇത് നൽകിയ പരാതിയിൽ കേസെടുക്കില്ല എന്നൊരു നിലപാടിലാണ് പോലീസ്. അതിനിടയിൽ മേയർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു. മേയർ വൈകാരികമായി പ്രതികരിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസമായി തലസ്ഥാനത്തെയും സംസ്ഥാനത്തെയും വലിയ വാർത്തകളിലൊന്നാണിത്. ഇത് കോടതി ഉൾപ്പെടെയുള്ള വ്യവഹാരങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസ് കേസെടുക്കാതെ വരുമ്പോൾ കോടതിയെ സമീപിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഇത് വ്യക്തമാക്കിയത്. റിജിത്ത്. ശരി, എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.